തൊപ്പിയും കൂട്ടാളികളും അടിച്ചു പിരിഞ്ഞു. സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നു എന്ന് അടിച്ചു പിരിഞ്ഞവർ, അതല്ല അവരാണ് ഉപയോഗിക്കുന്നു എന്ന് ഇവർ, അങ്ങനെ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാണ്. സ്വകാര്യത പ്രദർശിപ്പിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എനിക്കെന്ത് കാര്യം എന്ന് ചോദിച്ചാൽ എനിക്കൊരു റോളുമില്ല. പക്ഷേ വളർന്നു വരുന്ന നമ്മുടെ യുവത്വത്തെ, നമ്മുടെ പിഞ്ചോമന മക്കളെ, ഈ വരുന്ന ജനറേഷന് ഇവരുടെയൊക്കെ വീഡിയോ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ കാരണമായിട്ട് ഇവരുടെ വീഡിയോക്ക് അടിമപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ ധാർമ്മിക ബോധം വരെ നഷ്ടപ്പെട്ട ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, ചെറിയ മക്കളുണ്ട്. ഏതായാലും നല്ല ബെസ്റ്റ് സമയമാണ്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ആ ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ കൊണ്ട് പൊട്ടിപ്പിളർന്നപ്പോൾ കാര്യങ്ങൾ എളുപ്പമുണ്ട്. ഒരുത്തനെയും വെറുതെ വിടരുതെന്നാണ് കേരള പോലീസിനോട് പറയാനുള്ളത്. ഇപ്പോൾ വളർന്നു വരുന്ന യുവാക്കൾ രാസലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ച, ഭാവി നശിപ്പിച്ച ചെറുപ്പക്കാർ, അവരെക്കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അതുപോലെ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഈ ജനറേഷൻ്റെ ഭാവിയെക്കുറിച്ച്, വരുന്ന കാലത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? എന്തായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ? നമുക്കും ചെറുപ്പമുണ്ടായിരുന്നു അല്ലേ? സുന്ദരമായ ചെറുപ്പം. ഒരു ബീഡി പോലും വലിക്കാത്തവൻ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. അഥവാ ആരെങ്കിലും ഒരു ബീഡി വലിക്കുന്നവരാണെങ്കിൽ നമ്മൾ പറയും, എടാ അവൻ ബീഡി വലിക്കുന്ന ആളാന്ന് പറയുന്ന ഒരു ചെറുപ്പം. കള്ളില്ല, കഞ്ചാവില്ല, രാസലഹരികളില്ല, മറ്റു ഒരു പേക്കൂത്തുമില്ലാത്ത സുന്ദരമായ, നമ്മളൊക്കെ തോളോട് തോട് ചേർന്ന് വളരെ മനോഹരമാക്കിയൊരു ചെറുപ്പം. ഓർക്കുമ്പോൾ തന്നെ എന്തൊക്കെ നമുക്ക് പറയാനുണ്ടല്ലേ? ഇന്നത്തെ ചെറുപ്പം അങ്ങനെയാണോ? കുറേ മയക്കുമരുന്നിനും കഞ്ചാവിനും കള്ളിനും അടിമപ്പെട്ടൊരു ഭാഗത്ത്, വേറെ കുറേ റീൽസിന് അടിമപ്പെട്ട് പുറം ലോകമായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര കാലമായിട്ടുള്ളത്? വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഈ മാറ്റം വന്നെങ്കിൽ ഇനി ഒരു 10-25 കൊല്ലം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകളൊക്കെ, ധാർമ്മിക ബോധം യുവാക്കൾക്ക് നഷ്ടപ്പെടുത്തുന്ന, നിഷേധിക്കുന്ന, നശിപ്പിക്കുന്ന ഇത്തരം ആളുകളെയൊക്കെ ഇതിൻ്റെ വക്താക്കളൊക്കെ ഒന്ന് പിടിച്ച് ചോദ്യം ചെയ്ത് ഒന്ന് കുടയണം. അവനൊക്കെ നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഇവരൊക്കെ ഒന്ന് തടയിടുന്നത്, ഇത്തരം ആളുകൾക്കൊക്കെ ഒരു പേടി ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എൻ്റെ റോൾ ഈ വിഷയത്തിൽ.